ഞങ്ങളെ ദുന്യവിയായ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ചെയ്യേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൊന്നുമ്മ, പിരിശപ്പെട്ട പെങ്ങള്, നല്ല മുസ്ലിം, നല്ല പോലെ ശ്രദ്ധിച്ചോ. പഠിപ്പിച്ച, സ്കൂളും പഠിപ്പിച്ച, മദ്രസയും പഠിപ്പിച്ച. ഇന്നിപ്പോ മദ്രസ വലിയ കാര്യം ഒന്നുമില്ല, ഒരു നേർച്ച വീട്ടുന്ന മാത്രം. ഏതായാലും മദ്രസ ഉണ്ട്, 5 പൈസന്റെ ഫീസും ഇല്ല, പോട്ടു. എന്നിട്ട് ഇതൊക്കെ കിടാവിനെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് അഡ്മിഷൻ, 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആക്കുമ്പോഴത്തേക്ക് അപ്പ ചൊന്നുണ്ടാ, ഉപ്പ ചൊന്നുണ്ടാ. ബാപ്പ പറഞ്ഞെന്തറിയാ, എത്ര ഗಂಟೆಗೆ മദ്രസ തുടങ്ങുന്നേ? 7 ಗಂಟೆಗೆ. ഒക്ക നണ്ട കിടാവ് ഇംഗ്ലീഷ് മീഡിയം ഉസ്താദ് വേണല്ല ബണ്ട്, നിങ്ങൾ 7:15 ಬಿಡೋಣ. 7 ಗಂಟೆಗೆ ಬಂದ ಗಿಡವನೇ 7:15 ಬಿಡೋಣ. സ്കൂളിലേക്ക് പോകും. അപ്പൊ ഈ കാമണിക്കൂറിൽ കിടാവ് എന്തു പഠിക്കുന്നത്? കിടാവിന്റെ ബാഗിന്റെ ജിപ്പ് തുറക്കുന്ന 40 മിനിറ്റ് പോകണം, അത്ര ജിപ്പുണ്ടായി. ഈ കാമണിക്കൂറിൽ എന്ത് പഠിപ്പിക്കാന്? എന്നിട്ട് റബീഉൽ അവ്വൽ എന്ന് ഉഷാറിലെ പഠിച്ച കുട്ടികൾക്ക്, ഉഷാറിലെ പാട്ടുപാടിയ കുട്ടികൾക്ക് ക്ലാസും സമ്മാനായിട്ട് ട്രോഫിയും ക്യാഷ് അവാർഡും കൊടുക്കുമ്പോ 7:15 കിടാവിനെ കൊണ്ടുപോയ അബ്ബന്റെ ഗൗജ് കദ്ദള, നന്റെ കിടാവ് കൊണ്ട് ക്ലാസ്, നന്റെ കിടാവ് കൊണ്ട് ക്യാഷ് അവാർഡ്. നിന്റെ കിടാവ് എന്തൊക്കെ ക്യാഷ് അവാർഡ്? 7:15 പോയല്ലേ നിന്റെ കിടാവ്? നീ ഔത്തുള്ള ക്ലാസ് കൊടുത്തിട്ട് സമാക്ക്. നിന്റെ കിടാവ് ഗ്ലാസും വേണോ, 7:15 പോവുകയും വേണം, രണ്ടും നടക്കല്ല. ഏതോ ഒന്നോ ശരിക്ക് പഠിപ്പിക്കണം ഇവിടെ. അല്ല ഉസ്താദ്, ഇംഗ്ലീഷ് മീഡിയം ദൂരല്ലേ, അടുത്ത് അവിടെ കൂടെ കൂട്ടു. പെഞ്ഞാഴ്ച ഒന്നാൾ ഞാൻ അവിടേക്ക് മൂടപത്രിക കൂട്ടണം. എനിക്ക് ഊടെ കൂട്ടു, ഊടെ ഉണ്ടല്ലോ പഠിപ്പു. ഈ സ്കൂളിലും പഠിപ്പില്ലേ? കിടാവിന് മതവിദ്യാഭ്യാസമില്ലാതെ പോയാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല നിന്നെ പിടികോടും, അപ്പവും മര പിടികോടും. നിങ്ങ എന്നെ നോക്കിയേട്ടാ, നിങ്ങ എന്നെ നോക്കി. മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാതെ പോയാൽ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹു മാതാപിതാക്കളെ പിടികൂടും. മക്കള് കാരണമായി മക്കള് മോശക്കാരായാൽ, മക്കള് തമ്മാടികളായാൽ, ധാർമ്മിക ചൗക്കട്ട് മീറിയിട്ട് ഞങ്ങളെ മക്കളങ്ങ് പോയാൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് മറുപടി പറയേണ്ടി വരുന്നത്, അല്ലാഹുവിന്റെ ലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് മക്കള് മാത്രമല്ല, ബാപ്പ ഉമ്മയായ നിങ്ങളും അവിടെ നിന്ന് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖുർആനാണ്, ശുദ്ധ ഖുർആനാണ്. നാളെ പരലോകത്ത് മക്കൾ അല്ലാഹുവിനോട് പറയും, തെമ്മാടിത്തരം ചെയ്തതിന്റെ പേരില്, മോശക്കാരായതിന്റെ പേരില്, പള്ളിയിൽ വരാത്തതിന്റെ പേരില്, മാതാപിതാക്കളെ അനുസരിക്കാത്തതിന്റെ പേരില്, ദീനീ ബോധമില്ലാതെ ജീവിച്ചതിന്റെ പേരില്, മതബോധമില്ലാതെ ജീവിച്ചതിന്റെ പേരില്, ധാർമ്മിക ചൗക്കട്ട് മീറി നടന്നതിന്റെ പേരില് നാളെ അല്ലാഹു തആല എല്ലാ അദാബും ഇറക്കപ്പെട്ട് നരകത്തിലേക്ക് ഞങ്ങളെ മക്കളെ ബാല്യക്കാരെ വലിച്ചെറിയുമ്പോ ആ മക്കൾ അല്ലാഹുവിനോട് പറയുന്നത് എന്തറിയാ? പടച്ച റബ്ബേ, എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, അദാബിന്റെ ഗർത്തമായ ഭീകരമായ പീഡനങ്ങളുടെ സ്ഥലമായ ഭയങ്കരമായ നരകത്തിന്റെ കുണ്ടിലേക്ക് നീ എന്നെ വലിച്ചെറിഞ്ഞുവല്ലോ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാ, ശരിയാണ് റബ്ബേ, അതെനിക്കർഹിക്കുന്നതാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണമാ നീ എന്നെ നരകത്തിലേക്ക് അയച്ചത്. കള്ളുകുടി, വ്യഭിചാരം, പെണ്ണുപിടി, നിസ്കാരമില്ലായ്മ, എല്ലാവിധ തരികിടകളും ചെയ്തതിന്റെ പേരില് നീ എന്നെ യഥാ കത്തിയാളെന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ പടച്ച റബ്ബേ, നിന്നോട് എനിക്കൊരപേക്ഷ പറയാനുണ്ട് അല്ലാ. ഞാൻ നരകത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം ഞാനല്ല, എനിക്ക് മതവിദ്യാഭ്യാസം തരാത്ത, മദ്രസ പഠിപ്പിക്കാത്ത എൻ്റെ അബ്ബ ഉമ്മയാണ്. അവർ എനിക്ക് പഠിപ്പിച്ചില്ല ദീനേത്, ഇസ്ലാം എന്ത്, മതമെന്ത്, പള്ളി എന്ത് എന്ന് എനിക്കവർ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അവരാണ് എന്നെ പഠിപ്പിച്ചത്, ഞങ്ങളെ പഠിപ്പിച്ചത്, ബടക്കാക്കിയത് അല്ലേ? പാതിരാ നേരം വരെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങളെ ബാല്യക്കാറ് ഇടിയെ റായത്തല്ല ചുറ്റിപ്പോയിട്ട് ഇങ്ങനെ നടന്നോട്ട് വന്നാറ്. നിസ്കാരമില്ല, ഒന്നുമില്ല. കേട്ടാമാ ഞങ്ങൾ കേട്ടാ അവരില് നീ നിസ്കരിച്ചെന്ന് കേട്ട
2:10 12:50 11:45 ഔത്തുക്ക് വന്നിട്ട് ബാതിൽ മുട്ടുമ്പോ ബെല്ലടിക്കുമ്പോ അവൻ വന്നിട്ട് ഉൾക പോകുമ്പോ ഉമ്മയും അബ്ബയും പോയിട്ട് ബാതിൽ തുറന്നിട്ട് ഉടനെ കേട്ടത് മോണോ നീ ചോറുണ്ട് എന്നല്ലാതെ നീ നിസ്കരിച്ച മോണോ നീ പള്ളിക്ക് പോയ അബ്ബറൊട്ടിക നീ ഇന്ന് ഇത് ഞങ്ങാരും കേട്ടിട്ടില്ല. ഞങ്ങളെ വായിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ വന്നിട്ടില്ല. പിന്നെ ഈ മക്കള് നാളെ റബ്ബിന്റെ കോടതിയിൽ വിടുവോ? അബ്ബ ഉമ്മയായ ഞാനും നിങ്ങളാ ഞങ്ങൾ എന്താ വിചാരിച്ചോ ഞങ്ങ മാത്രം നിസ്കരിച്ചെങ്ങും വയ്യാവും അല്ലെ? ഞങ്ങളെ നെറ്റിയിൽ നിസ്കാരത്തിന്റെ കലമുണ്ടോ? ബറാബർ. ഞങ്ങൾ ഡബിളജി ചെയ്തറാ ഡബിളാജിയായറാ ബറാബർ. ഞങ്ങൾ വിചാരിച്ച അങ്ങനെ അല്ലേ? അപ്പൊ അബ്ബ ഇത് ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ അബ്ബ ചൊല്ലുണ്ട് ഉസ്താദ് അവൻ ബാല്യക്കാരായല്ലോ ഉസ്താദ് ഇനിയിപ്പോ ഞങ്ങൾ ചൊന്നപ്പോൾ അവൻ കേൾക്കുവാണ നീ നിസ്കരിച്ചെന്ന് കേട്ടെങ്കിൽ അവൻ നിസ്കരിക്കുവാണ അവൻ ബെൽദായല്ലേ ഉസ്താദ്? ബെൽദായ ഇപ്പല്ലേ, അവൻ കുറെ വർഷം ചെറുതായിട്ടിന്നല്ലേ. അപ്പൊ നിങ്ങൾ എന്തൊരു ചൊന്നാർ? അവന്റെ ഉമ്മന്റെ പള്ളിന്ന് വരുമ്പോഴത്തേക്ക് താടി മീശ വെച്ചിട്ട് വന്നമ്മ ചെറിയൊരു വയസ്സ് അവനെ കടന്നു പോയിട്ടില്ല. ചെറിയ പൈതലായിരുന്നില്ലേ, കുഞ്ഞായിരുന്നില്ലേ. എല്ലാം പഠിപ്പിച്ചാലും എന്ത് പഠിപ്പിച്ചാലും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൽബിന്റെ ഉടമയായി നല്ലൊരു പളുങ്കുപാത്രം പോലെ തെളിഞ്ഞ ക്ലിയറുള്ള കൽബുമായി പടക്കപ്പെട്ടവനായി വന്നതല്ലേ നിങ്ങളെ മോൻ. ആ പ്രായത്തിൽ നിങ്ങെന്ത് പഠിപ്പിച്ചോ? ഇപ്പൊ ഞങ്ങൾ ചൊന്നത് കേൾക്കുവോ ഉസ്താദ്? കേക്കല ಗಿಡವಾಗಿ ಬಗ್ಗದ್ದು ಮರವಾಗಿ ಬಗ್ಗಿತ್ತೆ ಎನಿ ಬಗ್ಗಲ. ചെറിയ തയ്യായിട്ടിക്കുമ്പോളെ ബഗിക്കണായി, അപ്പമേ ശരിയാക്കണായി, അപ്പമേ ചൊന്നുകൊടുക്കണായി, അപ്പമേ പള്ളിക്ക് കൊണ്ടുവരണായി, അപ്പമേ തലക്ക് തൊപ്പി പപ്പിക്കണായി. ഞങ്ങനെ തലക്ക് തൊപ്പി വെച്ചില്ല. ഇനി തൊപ്പി വെക്കാത്തത് ഉസ്താദ് ഗൗജാക്കെങ്കിൽ നാളെ ഇവിടെ ബദർ പള്ളിന്റെ സൈഡിൽ ബദ്രുഹുദ് ജಂಟಿ കാളക. അവർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ എന്ന് ഓരോ മുണ്ടുന്നില്ല. മുഹമ്മദ് ഇല്ലല്ലേ, 4 ആളെ കൂട്ടി മാത്രമല്ല കേട്ടോ. ഇവിടെ ഏകദേശം 150, 200, 300 ആളുണ്ട്. ഈ ഭാഷ വലിയൊരു പ്രശ്നം തന്നെ. നിങ്ങൾ ഭാഷ കുറച്ച് ജാഗ്രത ആക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് നിങ്ങളെ ഭാഷ ശരിക്കത് വരുന്നില്ല. എന്തോ നിങ്ങളെ പള്ളിന്റെ കറാമത്തോ ഉസ്താദിന്റെ കറാമത്തോ എന്നറിയല്ല, കുറച്ച് അറിയും. അതിങ്ങനെ ഈ സംസാരിച്ച് പഠിച്ചാ, അല്ലാണ്ട് നമ്മളെ ഭാഷ അതായിട്ടല്ലല്ലോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ A to Z നിങ്ങളെ ഭാഷയിൽ പറയാൻ എന്നെ കൊണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം പോയി. ഞാൻ ഒരാള് ബസ്സിൽ കയറിയല്ലോ, കോയിക്ക് എന്താ പറയാ? കോയും കൊണ്ട് ബസ്സിൽ കയറിയിട്ടാകുമ്പോ ഓന് വേറെന്തോ അറിയാല. ഓൻ കോയും കൊണ്ടേറ്റ് തിന്നിട്ട് അങ്ങനെ പോകുന്ന മനുഷ്യൻ വേറെന്തോ അറിയാല. എന്ത് പഠിച്ചിട്ടുമില്ല, എന്തുമില്ല, സ്കൂളിന്റെ പടിയെ കണ്ടിട്ടില്ല, മദ്രസ ചെന്ന സംഗതി അറിയാല. ഇതന്നെ അബ്ബ ഉമ്മ പണ്ട് കോരി തിമ്മാട്ടിയോ ഇപ്പൊ കൊണ്ടുപോയിട്ട് ബറാബർ മോൻ തിന്നു. അങ്ങനെ കോളിയും പിടിച്ചിട്ട് ബസ്സിൽ പത്തിയപ്പോ കണ്ടക്ടർ കേട്ട പോലെ വേറെ ആർ ഗോയിങ് കേൾക്കുമ്പോ ഓൻ ചൊല്ലിട്ട പോലെ വേറെ ആറ് കോളിയല്ല നന്റെ കോളിയേന്ന്. അവൻ കേട്ടെന്തരമോ ഓൻ ചൊല്ലതരമോ, കാരണം അവനക്ക് ഭാഷ പിടിയില്ലല്ലേ. ഭാഷ ഇല്ലങ്ങ് പോയി. ഭാഷ പോണം എല്ലാവർക്കും, എല്ലാ ഭാഷയും വേണം. ചുരുക്കച്ചൊന്നല്ല, ചിന്തിക്ക വേണായിട്ട് നല്ല പോലെ കേട്ടോ. നാളെ റബ്ബിന്റെ കോടതിയല്ല നിങ്ങളെ മക്കളെ കാരണം നല്ല അബ്ബവും നരകത്തിൽ പോവണാവൂ. നിങ്ങളെ നിസ്കാരം ക്യാൻസലാക്കൂ, നിങ്ങളെ ഇബാദത്തല്ല ബാത്തിലാക്കൂ, നിങ്ങളെ സകലമാന പുണ്യകർമ്മങ്ങളും നിഷ്ഫലമാകും. നല്ല അബ്ബഉമ്മമാര്, നിസ്കാരമുള്ള നിലപാടുള്ള ദിക്റുള്ള ഖുർആൻ ഓതുന്ന അബ്ബഉമ്മമാര്, നിങ്ങ മാത്ര ചന്തത്തിലായിട്ട് സ്വാലിഹീങ്ങളായിട്ട് നന്നായിട്ട് കാര്യമില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. ഖുർആനാണ് നിങ്ങളെ മക്കളെ
നിങ്ങളെ പെഞ്ഞായിമാര്, നിങ്ങളെ പരിവാരങ്ങള് നരകത്തിന്റെ ഭാഗം കാട്ടാതെ ജാഗ്രതാക്കേണ്ട വലിയ ഉത്തരവാദിത്വം, ജവാബ്ദാരി, കടമ അത് മാതാപിതാക്കളായ നിങ്ങൾക്കുണ്ട്. അല്ലാതെ പോയാൽ, ഞങ്ങളെ മക്കള് തമ്മാടികളായാൽ, ഞങ്ങളെ മക്കള് മോശക്കാരായാൽ, ഞങ്ങളെ മക്കള് മതം പഠിക്കാതെ പോയാൽ, ഞങ്ങളെ മക്കള് പള്ളി കാണാതെ പോയാൽ, നാളാഖിറത്തിൽ ആ മക്കള് റബ്ബിനോട് പറയും, പടച്ച റബ്ബ്, നന്മകൾ ചെയ്യാത്തതിന്റെ പേരില്, നിന്റെ പള്ളിയുമായി ബന്ധമില്ലാത്തതിന്റെ പേരില്, ബഹുമാനിക്കപ്പെടേണ്ട വലിയവരെ ബഹുമാനിക്കാത്തതിന്റെ പേരില്, നിസ്കാരവും നിലപാടും ഇല്ലാത്തതിന്റെ പേരില്, ധാർമ്മിക ചൗക്കട്ടും മീറിയതിന്റെ പേരില് നീ ഞങ്ങളെ നരകത്തിലേക്ക് എറിഞ്ഞുവെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം ഞങ്ങളെ അപ്പ ഉമ്മാണ്, ഞങ്ങളെ ബാപ്പ ഉമ്മയാണ്. കാരണം അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചില്ല, മതവിജ്ഞാനം തന്നില്ല. അതുകൊണ്ട് ഫാത്തിഹിം ലഅഫം മിനൽ അദാബ്. നല്ല പോലെ കേട്ടോ, അബ്ബ കേട്ടോ, ഉമ്മ കേട്ടോ, ഖുർആനാണ് ഈ പറയുന്നത്, ഖുർആനാ. ഫാത്തിഹിം ലഅഫം മിനൽ അദാബി വലാനുഹും ലഅനൻ കബീറാ. ഇത് മക്കൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കാണ്. നാളെ ആഖിറത്തില്, നാളെ പരലോകത്ത് പ്രവാചകന്മാർ പോലും പേടിച്ച് പറച്ച് ഗാബരിയായി നട്ടോട്ടമോടുന്ന ആ ലോകത്ത് ഞങ്ങളെ സ്വന്തം മക്ക, ഞങ്ങൾ പിരിശത്തില് പോറ്റിയ മക്ക, ഞങ്ങളെ കരളിന്റെ കഷ്ടങ്ങളായ ഞങ്ങളെ മക്ക, എല്ലാവിധ സുഖവും സൗകര്യങ്ങളും നോക്കിയിട്ട് എല്ലാ നിലക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ട് ഞങ്ങളെ പോറ്റിയ ഞങ്ങളെ മക്കളില്ലേ, അവർ നാളെ റബ്ബിനോട് പറയണത് എന്തറിയാ, ഫാത്തിഹിം ലഅഫം മിനൽ അദാബ്. പടച്ച റബ്ബേ, ഞങ്ങളെ അബ്ബ ഉമ്മനെ നരകത്തിലേക്ക് ഇട്ട് നീ ശിക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഡബിൾ ഇരട്ടി ശിക്ഷ, അതിന്റെ ഇരട്ടി ശിക്ഷ, അതിന്റെ ഇമ്മടി ശിക്ഷ ഞങ്ങളെ അബ്ബ ഉമ്മാക്ക് കൊടുക്കല്ലാ. വലാനുഹും ലഅനൻ കബീറാ. ഞങ്ങളെ അബ്ബ ഉമ്മനെ നീ ലാനത്തിടണോ, ശാപിക്കണോ അല്ലാ. ഇബ്ലീസിനെ ശപിച്ചതുപോലെ, ഇബ്ലീസിനെ ലാനത്തിട്ടതുപോലെ ഞങ്ങളെ അബ്ബ ഉമ്മനെ നീ ശപിക്കണമെന്ന് പടച്ച റബ്ബിനോട് പറയുന്നത് നാട്ടുകാരല്ല, ക്ലബിലെ മെമ്പർമാരല്ല, സ്വന്തം നിങ്ങളെ മക്കളാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് നാശമാണ്. ആ മക്കള് നല്ലവരാകണം, നിങ്ങൾക്ക് ഗുണം കിട്ടുന്നവരാകണമെങ്കിൽ അവർക്ക് നല്ലത് പഠിപ്പിക്കണം. പോവട്ടെ മായ ഇല്ലല്ലേ? നീയല്ല മനസ്സിലാകുന്നല്ലോ എനിക്ക്. ആ മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം. അതിലൊന്നും ബക്കിൽ തരം കാട്ടണ്ട, ഫീസൊന്നും മേങ്ങുന്നില്ല. പിന്നെ മക്കളെ നല്ല പഠിപ്പിന് വേണ്ടിയിട്ട് ഉസ്താദുമാരെല്ലാം ഒരുങ്ങിയിട്ടുള്ളാറ്. ഞങ്ങന്നല്ലേ കേട്ടെ, ഉസ്താദുമാർ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ റായത്തുകൂർ ഉസ്താദ് വേണം ചെന്നപ്പോൾ ഞങ്ങൾ എന്തരല്ലേ കേട്ടാ, കമ്മിറ്റിരങ്ങ റായത്ത് മാനേജ്മെന്റ്, റായത്ത് ഹിരിയന്മാർ എന്തെല്ലാം കേട്ടാർ. ഉസ്താദ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാ, സ്റ്റഡി ഉണ്ടാ, കോച്ചിങ് ഇതെല്ലാം ഉണ്ടാ, ലോവർ ഹയർ സെക്കൻഡറി ഹിസ്ബ് ട്രെയിനിങ് അത് ഇതെല്ലാം ഉണ്ടാ, എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ ഫിറ്റ്. അയാൾക്ക് പറയൂ അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനത്തെ ആളെ എടുക്കണോ, അങ്ങനത്തെ ആള് നന്ന ബടിയെടുക്കാല്ലേ, നന്ന ജോറാക്കാല്ലേ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ അബ്ബ ഉമ്മക്കെല്ലാം കിടാക്കളെ ജോറാക്കുക തീറ. പള്ളിൻ്റെ ഉള്ളിൽ കിടാവ് പാറിയിട്ട് പാഞ്ഞിട്ട് പള്ളിൻ്റെ ഉള്ളിലത്തെ പിള്ളർ പൊളിച്ചങ്ങ മോശമില്ല, റായത്തങ്ങ മുണ്ടക തീറ അല്ലേ അല്ലേ. ഞങ്ങളാ ഭാഗത്ത് ഏതോ ഒരു മദ്രസയില് കിടാവ് തൊപ്പി വെക്കാതെ വരുന്നത്. സാധാരണ എല്ലാ കുട്ടികളും മദ്രസ കരുമ്പോൾ തൊപ്പി വെക്കും, ഒരു കുഞ്ഞ് തൊപ്പി വെക്കുന്നില്ല, അങ്ങനെ തൊപ്പി വെക്കാണ്ട് വന്നപ്പോ ഉസ്താദ് കിടാവിനെ ശകാരിച്ചു, ജോറാക്കി. തൊപ്പി വെക്കാണ്ട് തൊപ്പി വെക്കാണ്ട് നാളെ വന്നെങ്കിൽ ഇനി നിനക്ക് പ്രവേശനം ഇല്ല, നോ അഡ്മിഷൻ, നിനക്കിനി ക്ലാസ്സിക്ക് അനുമതിയില്ല, നീ പുറത്ത്. പിറ്റൊന്ന് നോക്കുമ്പോൾ ഓണ്ടൊട്ടിക്ക് വേണ്ട അബ്ബവും ക്ലാസ്സിക്ക് രണ്ടാണ്. അബ്ബന്റെ വേറെ വിളി എളാബോ വന്നിട്ട് ഏത് ഉസ്താദുള്ളത് ആറുള്ളത് പിന്നെ ചിരിച്ചാൽ മതി കേട്ടോ. ഇത് അങ്ങനെ വന്ന എന്തായി,
എന്തുമില്ല ഞങ്ങൾ കിടാവുന്ന ഇപ്പം മദ്രസ തുടങ്ങിയിട്ട് 6 മാസമായി. എൻ്റെ ക്ലാസ്സിൽ ഇവൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ 10, 17, 20ഓളം കുട്ടികളുണ്ട്. നല്ല അച്ചടക്കത്തോടെ പഠിക്കുന്ന കിടാവ്, നല്ല ഉഷാറുള്ള കിടാവ്, നല്ല ആക്റ്റീവാണ്, നല്ല പെർഫെക്റ്റാണ്, എല്ലാം കൊണ്ട് കിടാവ് ബെറ്ററാണ്, ഒരു മോശവുമില്ല. പക്ഷേ എല്ലാവരും നല്ല അച്ചടക്കത്തിൽ യൂണിഫോം ഇട്ട് തൊപ്പിയിട്ട് വരുന്നു. നിങ്ങളെ കിടാവിന് തൊപ്പിയേ ഇല്ല, പറഞ്ഞാലും വെക്കുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അതിന് തൊപ്പിയില്ലാണ്ട് വരണ്ടാന്ന്. അപ്പം ഇയാൾ അപചൊന്തം തോന്നുന്നുണ്ട, നിങ്ങൾ തലയിൽ തൊപ്പി ഉണ്ടായില്ല നോക്കണ്ട, നിങ്ങൾ പഠിപ്പാട്ടി അങ്ങ് മയ്യാവോ. എന്ത് പഠിപ്പാട്ടി? എന്റെ കൊപ്പറിന്റെ വില പഠിപ്പാട്ട് തന്നെ ഇതല്ലേ. തൊപ്പി വെക്കല് സുന്നത്താൻ. ഖുർആൻ ഓതുമ്പോ, ഹദീസ് ഓതുമ്പോ, നിസ്കരിക്കുമ്പോ തലമറക്കല് സുന്നത്താണ്. അത് നബി തങ്ങളെ ചര്യയാണ്. കക്കൂസിലേക്ക് പോകുമ്പോ, ടോയ്ലറ്റിൽ പോകുമ്പോ, ഖുർആൻ ഓതുമ്പോ, അതുപോലെയുള്ള കാലങ്ങളിലൊക്കെ തലമറക്കല് സുന്നത്താണ്. അതെന്നല്ലേ പഠിപ്പിക്കണത്. നിങ്ങൾ പഠിപ്പാട്ടിക്ക് വയ്യാവൂ, തൊപ്പി ഉണ്ടായില്ല നോക്കണ്ട, പിന്നെ അത് കുപ്പി ഉണ്ടാ നോക്കണം. ഇയാള് ഏതബ്ബല ഇയാള്? ചിലടത്ത് അങ്ങനല്ല. ഞങ്ങളെ മക്കളെ നിങ്ങൾ ചോറാക്കണ്ട, ഞങ്ങൾ ചോറ് കൊടുത്ത് പോറ്റോ. നിങ്ങൾ ചോറ് കൊടുത്ത് പോറ്റം തന്നെ പോവാ. ദീന് ചൊല്ലു കൊടുക്കണല്ലേ, നല്ലത് ചൊല്ലു കൊടുക്കണേയല്ലേ, ഉപദേശിക്കണേയല്ലേ. നിങ്ങൾ ചോറ് കൊടുത്തിട്ട് പോറ്റൊന്നും ചെന്നിട്ട് എന്ത് ചൊല്ലു കൊടുക്കുക തീരെ. അപ്പൊ നിങ്ങൾ ഒരു വിഷയാക്കറോ, ഔത്തേ ഉൾക ഫ്രിഡ്ജിൽ വെക്കറോ, കൊണ്ടിട്ട് കിടാവറോ, അവിടെ മേയ്ക്കട്ട്. കുറെ അടുത്തുണ്ട് ഇത്, കുറെ ജാഗലുണ്ട് ഇത്. ഊടാന്നല്ല, ഊടുത്ത വിഷയമല്ല, ഊടുത്ത എങ്ങനെ നോക്കുന്നില്ല. ഊടെ ഉണ്ടെങ്കിൽ ഊടുത്തതേ. നിങ്ങൾ ബേജാറാക്കിയിട്ട് വല്ലേ ആളെന്തു വേണ്ട, അയാൾ അങ്ങനെ ചൊന്നല്ല ബാവ. പിന്നെ ഊടുണ്ടെങ്കിൽ ഞാൻ ഇല്ലെന്ന് ചൊല്ലണം, ശരിയല്ലേ അത്? പിന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉസ്താദുമാരെ മുമ്പിൽ ആക്ഷേപിക്കുക, കുട്ടികളെ മുമ്പിൽ ഉസ്താദുമാരെ കുറ്റപ്പെടുത്തുക, കുട്ടികളെ മുമ്പിൽ വെച്ച് തന്നെ ഉസ്താദുമാരെ ചോദ്യം ചെയ്യുക. നാളെ ഇതേ കുഞ്ഞ് നിന്നേതാ പിടിച്ച് വേണ്ടാത്തതുപോലെ നിന്നെ പീഡിപ്പിക്കും കേട്ടോ. കാരണം ആദരിക്കപ്പെടേണ്ടവരുടെ ആദരവ് എങ്ങനെ കളയണമെന്ന് കിടാവിനെ പഠിപ്പിച്ചത് നീയാണ്. വലിയവരോട് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കുറ്റക്കേട് കാണിച്ചതിന്റെ പേരിൽ എന്നെ ഉപദേശിച്ച ഉസ്താദുമാരെ എങ്ങനെ ദ്രോഹിക്കണം, ചീത്ത പറയണമെന്ന് കിടാവിനെ പഠിപ്പിച്ചു കൊടുത്തത് അബ്ബയായ കാക്കയായ നീ തന്നെയാണ്. എന്നാൽ നാളെ അത് നിനക്ക് തിരിച്ചു കൊത്തും കേട്ടോ, സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും കേൾക്കലും ഉണ്ടെങ്കിൽ ഈ വലിയ വലിയ കമ്മിറ്റിമാർ, ഞങ്ങളെ നേതാറന്മാർ, ആ മാനേജ്മെന്റ്, നമ്മളെ വലിയ ഹിരിയന്മാർ, സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലത്തെ ഉസ്താദന്മാർ, സദർ ഉസ്താദന്മാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സലഹ കേൾക്കുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുണ്ടെങ്കിൽ മെല്ലെ സ്വകാര്യമായിട്ട്, കിടാവ് വേണ്ട, ഒട്ടിക കിടാവ് വേണ്ട, കിടാവ് നിന്റെ ഒട്ടിക ഉണ്ടെങ്കിൽ നീ ചൊല്ലോണ്ട് കിടാവ് റൊട്ടാ, നീ അവിടെ നില്ലുമ്മ, നീ അവിടെ അപ്പുറം നില്ലും, ഞാൻ വേണ്ട, നീ ഒട്ടിക്ക് വന്നിട്ട് കൂടെ ജഗബകാക്കും കിടാവ് നാളെ പഠിക്കുക, നക്കും ഇതേപോലെ നാളെ ഇയാൾ ജുട്ടു പിടിക്കുക. എന്താ ഇയാളത് പഠിപ്പാട്ടിയല്ല നക്ക്? അല്ല ഉസ്താദ്, നിന്റെ കിടാവല്ലേ, നിന്റെതേ ബാവ കിടാവൂ, നിന്റെ കിടാവായനെ കൊണ്ടല്ലേ ഇതുകൊണ്ട് പറയണത്. നിന്റെ കിടാവ് നിനക്ക് ഉപകാരപ്പെടുന്ന കിടാവാകണം. നാളെ നീ പള്ളിപ്പറമ്പില് മറമാടപ്പെട്ടാൽ അവിടെ വന്നിട്ട് എൻ്റെ അബ്ബക്ക് പൊറുക്കല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ, ഇത് എൻ്റെ ഉമ്മ, പടച്ച റബ്ബേ നിന്റെ ഉമ്മക്ക് പൊറുക്കല്ലാ, ഇത് നിന്റെ അബ്ബ, നിന്റെ വിരിശപ്പെട്ട അബ്ബ, നിന്റെ കരളിന്റെ കഷ്ടമായ നിന്റെ അബ്ബ, നിന്റെ അബ്ബക്ക് നീ പൊറുക്കല്ല എന്നാ കിടാവ് വന്നിട്ട് ദുആറക്കണമെങ്കിൽ നീ നല്ല പോലെ കിടാവിനെ പഠിപ്പിക്കണോ. പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, നാട്ടുകാരെ, ഹിരിയന്മാരെ, ദീനിന്റെ ഇൽമിനെ ഒക്കെയും നീ ആദരിക്കണോ. എന്നെങ്കിലേ കിടാവിന് ഉപകാരപ്പെടൂ. ഞങ്ങൾ പഠിക്കേണ്ട പാടാണത്, ഞങ്ങളെല്ലാവരും പഠിക്കേണ്ട വിഷയമാണത്. നല്ല പോലെ കേൾക്കണം. ഈ കുഞ്ഞാണ് നാളെ വലുതായി വന്ന് നാട്ടിലൊരു ചെറുപ്പക്കാരനാകുന്നത്, ബാല്യക്കാരനാകുന്നത്, യുവാവാകുന്നത്, യുവതിയാകുന്നത്. എന്നാൽ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ പൊന്നു മുസ്ലിം, നല്ല പോലെ കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യത നൽകപ്പെട്ട, ഏറ്റവും ശ്രദ്ധ നൽകപ്പെട്ട, ഏറെ വില നൽകപ്പെട്ട പ്രായമാണ്, അവന്റെ കാലമാണ്, അവന്റെ നാളാണ്, അവന്റെ യുവത്വകാലം, യൗവന
യൗവനകാലം, യുവത്വകാലം, അതേ യുവതി യുവാവ് എന്നുള്ള പ്രായം, ചോരത്തിളപ്പുള്ള പ്രായം. ആ പ്രായത്തിൽ നീ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുമ്പോ, നീ അല്ലാഹുവിനെ അനുസരിക്കുമ്പോ അല്ലാഹുക്ക് അതേറെ ഇഷ്ടമാണ്. അതേറെ ഇഷ്ട. യുവാക്കൾ ചെയ്യുന്ന ഇബാദത്ത് കണ്ടിട്ട് അള്ളാഹുവിന്റെ അർശ് താങ്ങുന്ന മലക്കുകൾ പോലും ചിരിക്കുമെന്ന് ഹദീസിൽ കാണാം. മനസ്സിലായിട്ട? ബാല്യക്കാർത്തി പെണ്ണുങ്ങ, ബാല്യക്കാർത്തി പെണ്ണുങ്ങ, യുവക്ക യുവതിയറോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഓതുന്നത് കാണുമ്പോ, അള്ളാഹിന്റെ മുമ്പിൽ മടങ്ങിയത് കാണുമ്പോ, അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞു ദുആരക്കുന്നത് കാണുമ്പോ റബ്ബ് സന്തോഷിക്കുന്നു, അല്ലാഹ് സന്തോഷിക്കുന്നു. അവന്റെ മാലാകമാറത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നു. എന്തേ കാരണ? ആ പ്രായത്തിൽ അവന്റെ ഇബാദത്ത് വലിയ കാര്യമാണ്. ഇബാദത്ത് മറക്കേണ്ട പ്രായമാ, അല്ലാഹനെ മറക്കേണ്ട പ്രായമാ, ദീനില്ലാതെ നടക്കേണ്ട പ്രായമാ. പക്ഷേ അങ്ങനൊന്നും പോകാതെ അല്ലാഹന്റെ ദീനിലായി ജീവിച്ച് അല്ലാഹന്റെ ഇബാദത്തിലായി കഴിഞ്ഞു പോയ നല്ല യുവതിയുവാക്കള് സുബ്ഹാനല്ലാഹ്, അവർ ഈ ദീനിന്റെ വെളിച്ചമാണ്, നക്ഷത്രമാണ്, ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ധൈര്യമാണ്. അല്ലെങ്കിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുവാക്കളോട് യുവതികളോട് അവർ ഞങ്ങൾ ദൂരതീറ ബാല്യക്കാറുണ്ടല്ലേ, ബാല്യക്കാർ അങ്ങനത്തെ അപ്പുറം തപ്പ് എന്തെങ്കിലും ആക്കിയെങ്കില് ഞങ്ങൾ അത്ര പെട്ടെന്ന് ജോറാക്കിയിട്ട് എപ്പോൾ അങ്ങോട്ട് അരസ, അല്ലെങ്കിൽ എപ്പോ അങ്ങളെ കമ്മിറ്റിന്ന് പുറത്ത് അല്ലെങ്കിൽ പുരന്ന് പുറത്ത് ഔട്ട്. അവൻ വേണ്ട. അവൻ പണ്ട് സമാന്റെ കാലത്തിൽ ഒരു കള്ളു കുടിച്ചതാ. അത് അതിനെ വെച്ചിട്ട് നിൽക്കൂല്ലേ. ബാല്യക്കാരെ ആ പ്രായത്തില് യുവതി എന്ന പ്രായത്തില് അവരുടെ യുവത്വകാലത്ത് ആ നല്ല കാലത്ത് തെറ്റ് ചെയ്യുക എന്നത് സാധാരണയാണ്. ആ പ്രായത്തിൽ തെറ്റ് വരും. കാരണം എന്തേ? പ്രായം അതാണ്. അവർ എന്തും സ്വീകരിച്ചോ. കളർഫുള്ളായിട്ട് കാണുന്നതെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് പിന്നെ ഹറാമ ഹലാലെന്ന് തോറും നോക്കിയാല. നല്ല 1.5 ഗ്ലാമറുള്ള ഒരു പെണ്ണ് മുമ്പിൽ നടന്നെങ്കിൽ ഓൻ പെഞ്ഞായി ഓന്റെ കയ്യിലുണ്ടെങ്കിലും ആ പെണ്ണിനെ കാണുമ്പോൾ കമന്റ് അടിക്കും. എന്തേ? പ്രായം അതാണ്. അപ്പൊ ആ പ്രായത്തിൽ തപ്പു സാധാരണയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവനെ കാലാകാലം ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബിശ്ശബാബി ഖൈറാ, നിങ്ങളോട്, നാടിന്റെ ഹിരിയന്മാരോട്, ബുദ്ധിയുള്ളവരോട്, വിവേകമുള്ളവരോട്, കുറച്ചൊക്കെ പ്രായമുള്ളവരോട്, യുവത്വം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് മേലെ കയറിയവരോട്, അറിവുള്ളവരോട്, ബുദ്ധിയുള്ളവരോട് നബി തങ്ങൾ ഉപദേശിച്ച നല്ലൊരു ഉപദേശമുണ്ട്. ഊസിക്കും ബിശ്ശബാബി ഖൈറാ, ബാല്യക്കാരോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണേ, അവരോട് നല്ലത് പറയണേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. യുവതിയറെ നിങ്ങൾ കാലാകാലം അകറ്റല്ലേ. പണ്ടപ്പം അങ്ങളെ വായിൽ വന്നൊരു തപ്പോ, അങ്ങളെ ജീവനത്തിൽ വന്നൊരു തപ്പോ, ആ പ്രായത്തിൽ വന്നൊരു തപ്പോ, അതിങ്ങനെ ആണ്ടുമ്പോൾ ചൊന്നു നടന്നിട്ട് അങ്ങളെ ബേജാറാക്കുതീറ. അതൊരു തപ്പായിട്ട് കാണുതീറ. ഉസീക്കും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും മർഖു അഫ്ഇദാ, അവർ വളരെ നൈർമല്യ ഹൃദയമുള്ളവരാണ്, സോഫ്റ്റഡ് മൈൻഡഡുകാരാണ്. അതെ, വളരെ വളരെ ലോല ഹൃദയക്കാരാണ്. അവരങ്ങനെ കുറ്റപ്പെടുത്തരുത്. അല്ല ഉസ്താദ്, ബാല്യക്കാർ ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹു തആലാന്റെ മലായികത്ത് ഇങ്ങ ചിരിക്കൂ, അല്ലാഹുക്ക് സന്തോഷാവും ചൊന്നാറല്ലേ. അപ്പൊ വയസ്സന്മാർ ഇബാദത്ത് എടുക്കുമ്പോ അല്ല ചിരിക്കൊന്നും ചെയ്യല, മലായികത്തിങ്ങൊന്നും ചിരിക്കല. എന്തേ? വയസ്സന്മാർ നിസ്കരിക്കൊണ്ടേതല്ലേ, എന്നെപ്പോ നിസ്കരിക്കുന്ന ഊന്തിയ പിന്നെ കബർക്കും, ഇനി ടൈമില്ലല്ലേ ചിരിക്കോ. അവന്റെ ആ പ്രായത്തിൽ അവൻ ആക്കുന്നത് വലിയ കാര്യമേ.
വയസ്സായിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, പ്രായമേറിയിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, നര ബാധിച്ചിട്ടും നീ അല്ലാഹനെ അറിഞ്ഞില്ലെങ്കിൽ, ഇനി ഏത് സമയത്താ സഹോദര? ഇല്ല ഇല്ല, ഇനി നേരമില്ല. ഇരിക്കട്ടെ, ഇത് കേട്ടോ, മുത്തുനബി തങ്ങൾ പറയുകയാ, ബാല്യക്കാരെന്ന വിഭാഗം, യുവാക്കള് യുവതികള് എന്നുള്ള വിഭാഗം, ഒരിക്കലും അവരോട് നിങ്ങൾ കർക്കശ നിലപാട് സ്വീകരിക്കരുത്. പിന്നെ സ്ട്രോങ് ആയിട്ട് പെരുമാറരുത്. അവരോട് നിങ്ങൾ എപ്പോഴും നന്മ ഉപദേശിക്കണം. അട്ടുമോണോ സാരേ